ഇവിടെ ഇന്ന് നമുക്ക് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ പരിശോധനയാണ്. അവിടെ ഫോറൻസിക് പരിശോധനയും അതുപോലെ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടും ഡോഗ് സ്ക്വാഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ പരിശോധനയാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ നടത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു റൂട്ടിൽ ഈ കുട്ടിയും ഫാമിലിയും സഞ്ചരിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് അവരുടെ മൊഴികളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ അടുത്തുള്ള ഒരു കുളത്തിലാണ് അവർ പല ദിവസങ്ങളിലെയും വന്നു പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂട്ട് അവർക്ക് പരിചയമുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ബാക്കി നമുക്ക് ആ സ്ഥലത്തിൽ നിന്ന് ഇതൊരു റെയിൽവേ ട്രാക്കിൻ്റെ സമീപ പ്രദേശമായതുകൊണ്ടും അതൊരു അളവൊഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും വർഷങ്ങളായിട്ടുള്ള പല വേസ്റ്റ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. അത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു കാര്യം പറയാൻ വേണ്ടി കഴിയൂ. കുട്ടിയെ കൊണ്ട് കിടത്തിയതാണെന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. ഇല്ല, നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് കുട്ടി എത്തുന്നതിനുള്ള, അതായത് ഈ കുട്ടി ഇപ്പോൾ ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം ചെറിയ പ്രായമുള്ള കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടി കുറച്ച് ആക്റ്റീവായിട്ട് ഓടുകയും ചാടുകയും ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു സ്ഥലത്ത് എത്രമാത്രം കുട്ടിക്ക് എത്താൻ വേണ്ടി പറ്റുമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ആദ്യം കുട്ടിയുടെ സൈക്കോളജിക്കൽ കൗൺസിലിംഗും അതുപോലെ അതിനുശേഷമുള്ള ഫാമിലിയുടെ കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ചില CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും കുട്ടിയായിട്ട് വരുന്നതാണ്, ഒരാളിങ്ങനെ വരുന്നതായി കാണുന്നത്. അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ളൊരു വിഷ്വലാണ് അല്ല, ആ വിഷ്വലാണ്. നമുക്ക് CCTV ദൃശ്യങ്ങളിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള നമ്മുടെ കയ്യിൽ ഇനിയും അനാലിസിസ് ചെയ്യേണ്ട പുതിയ കുറേ വിഷ്വൽസ് നമ്മൾ ഈ ഒരു സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അനാലിസിസ് സ്റ്റേജിലാണ്. പക്ഷെ ഇതുവരെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരുന്ന സംശയപരമായിട്ടുള്ള കുട്ടിയുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളത് കൺഫേം ചെയ്തു. ആ ഒരു ലേഡി വരുന്ന പുലർച്ചെ വരുന്ന വിഷയം അത് അല്ല എന്നുള്ളത് അപ്പോഴൊരു CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഏരിയയിലുള്ള ഈ റൂട്ടിലേക്കുള്ള പല ബൈ റോഡുകളിൽ നിന്നുള്ള വിഷ്വൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കൂടുതലായിട്ട് പരിശോധനകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. ഇല്ല, രേഖാചിത്രം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അതായത് അവിടെ ഒരു കുട്ടി ഒരു മൊഴി പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചെയ്താണ്. പക്ഷേ പിന്നീടും അങ്ങനെ ഒരു ആളെ കണ്ടതായിട്ട് തന്നെ ഇത് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് പിന്നീട് ആ കാര്യത്തേക്ക് പോകാത്തത്. കുട്ടിയുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും അന്വേഷണമുണ്ടോ സാർ? അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്ഥലത്തേക്ക് വന്നതും ഈ ഏരിയയുമായിട്ട് അവരുടെ വെല്ലുവിളി ഈ ദിവസങ്ങളിൽ വരുന്ന സമയത്ത് കുട്ടിയുടെ ഉൾപ്പെടെയുള്ള മൊഴി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ ഈ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് പരിചയത്തിലുള്ള ആൾക്കാർ, ഈ ഏരിയയിലേക്ക് വന്നു പോകുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള മൊഴികൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ കുട്ടിയുടെ ഫാമിലിയിലുള്ളവർ ഈ പ്രദേശവാസികളായ ചില ആളുകളുമായി വൈകുന്നേരങ്ങളിൽ അതിനൊക്കെ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ ഭാഗങ്ങളൊക്കെ പരിശോധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള നിലവിൽ അന്വേഷണ പുരോഗതി എന്ന് പറയാമോ? ദൃശ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതായത് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ലൊക്കേഷൻ കണ്ടാൽ അറിയാം, ഇത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഡെപ്തുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ സ്ഥലത്തേക്കുള്ളത് ഇവിടെ നമ്മൾക്ക് ഒരു കൂടുതലും ആൾക്കാർ ഒരുപാടില്ലാത്തൊരു ഏരിയ ആണ്. പ്രത്യേകിച്ച് രാത്രി സമയങ്ങളാണെങ്കിലും എന്നാൽ ഇടപെട്ടൊക്കെ ആൾക്കാർ പോകുന്നു, എന്നാൽ ട്രെയിൻ നിരന്തരമായിട്ട് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായ ഒരു എൻക്വയറി നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് വന്നു പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഇവിടേക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ട്. ഈ സ്ഥലത്തേക്ക് ഇവർ നിരന്തരമായിട്ട് നടന്നു പോകുന്നതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഈ കുട്ടികൾ തന്നെ പറയുന്നു ഈ സ്ഥലത്തേക്ക് ഇവർ നടന്നു പോകാറുണ്ട് എന്നുള്ളൊരു ഭാഗം കൂടി അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഏതർ ഓഫ് ദാറ്റ് നമുക്കത് വെരിഫൈ ചെയ്യേണ്ട ഒരു ഫാക്ടർ. ഈ റെയിൽവേ ട്രാക്ക് വഴിയാണോ അതെ ഈ റെസിഡൻസ് അസോസിയേഷൻ ആ ഓഫീസിന്റെ ആ വഴിയാണോ? അല്ല, അവർ കൂടുതലായിട്ടും ഈ ട്രാക്ക് വഴിയുള്ള ഇതിലൂടെയാണ് അവർ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ കുട്ടിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് സംശയിക്കത്തക്ക എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിലുണ്ടോ? ഇല്ല, അത് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണം മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് പറയാൻ വേണ്ടി കഴിയൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു ഏരിയ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ പരിസര പ്രദേശമായതുകൊണ്ട് തന്നെ പലതരത്തിലേക്കുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി കഴിയൂ. ഒരു കാര്യം സാർ, പരിശോധന നടത്തി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, രാത്രിയാണ്, അതിൻ്റെ വിസിബിലിറ്റി കുറവാണ്. പകൽ നടക്കുമായിരിക്കാം. പിന്നീട് 5 അടി താഴ്ചയ്ക്കാണ് ഈ കുട്ടി എടുത്തു നമ്മൾ പോലീസ് എസ്കേപ്പ് ചെയ്തത്. അപ്പോൾ കാര്യമായ ആ വീണിൻ്റെ പരിക്കും ആ കുട്ടിയുടെ ദേഹത്തില്ല. അപ്പോൾ അതൊരു സസ്പീഷ്യസ് എലമെന്റ് അല്ലേ? അവിടേക്ക് വീണത് കൂടാതെ അവിടെ ഈ ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ പറഞ്ഞ കുറച്ച് ഹൈറ്റുള്ള ഒരു ഏരിയ കൂടി ഉണ്ട്. ആ ഒരു ഭാഗം കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഒരു ഭാഗത്തോടും ഉണ്ട്, അവസാനിപ്പിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമുണ്ട്. പക്ഷേ അതിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഇപ്പോഴത്തുള്ള അന്വേഷണത്തിൽ
കുട്ടിയെ കൊണ്ടിട്ടതാണോ, അതായത് കൂടുതൽ നമ്മൾ ഒരു സസ്പീഷ്യസ് ആയിട്ട് നിൽക്കുമല്ലോ, അത് കൊണ്ടിട്ടതാണോ എന്നുള്ള നിഗമനത്തിലാണോ, അതോ ഈ കുട്ടി തനിച്ചു വന്നതാണ് എന്നുള്ളത്? ആ ഒരു സ്പോട്ടിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നത് ഒരു സംശയകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്. ആ ഒരു ഭാഗത്തേക്ക് കുട്ടി കണ്ടിട്ടില്ല. അത് ഒരു വേഴ്സ് പ്രോബിലിറ്റിയിൽ സ്വയമേവ വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ പോലും ആ തരത്തിലേക്ക് കുട്ടി എത്തി എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. അത് കൂടുതൽ പരിശോധനകൾ ഈ വിഷയത്തിൽ, വ്യക്തതയും ഈ വിഷയത്തിൽ ആഴമുള്ളത് സ്വാഭാവികമായിട്ട് അതിനകത്ത് വീണതൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് പരിക്കുണ്ടാവില്ല. എടുത്ത പോലീസുകാരും പറഞ്ഞത് ഒരു വിധത്തിലുള്ള പരിക്കുണ്ടായിരുന്നില്ല, മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന്. ഇനിയിപ്പോൾ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടൊരു ആ ഒരു ട്രോമയിലൂടെ കഴിഞ്ഞതിന് ശേഷം, ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചുകൂടെ സംസാരിക്കാം, അല്ലെങ്കിൽ മേ ബി കാര്യങ്ങൾ പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതും കൂടെ പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു. സാർ, അപ്പോൾ വൈദ്യപരിശോധന കഴിച്ചിട്ടുണ്ടോ സാർ? അപ്പോൾ ശാരീരികമായ എന്തെങ്കിലും കുട്ടി ആക്രമിക്കപ്പെടാൻ? ഇല്ല, വൈദ്യപരിശോധനയിൽ കുട്ടി ശാരീരികമായിട്ട് യാതൊരു വിധത്തിലുള്ള സെക്ഷൽ അസാൾട്ട് നടന്നിട്ടില്ല എന്നുള്ള ഭാഗം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ എന്തെങ്കിലും അസ്വാഭാവികത, ഫോറൻസിക് പരിശോധന നടത്തി, പോലീസ് പരിശോധന നടത്തി, ഇന്നലെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഈ പ്രദേശത്ത് കാണുന്നുണ്ടോ? നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു റെയിൽവേ ട്രെയിൻ പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പലതരത്തിലേക്കുള്ള വലിച്ചെറിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെ പലതരത്തിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്നും കിട്ടുന്നു. അപ്പോൾ പക്ഷേ അതേ സമയത്ത് അവിടെ വർഷങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുള്ള ഓരോ സാധനങ്ങളൊക്കെ അവിടെ കാണും. പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ. ഇപ്പോൾ പരിശോധിച്ച ഓഫീസിന് പുറകുവശത്തുള്ള റോഡ്, അത് ചാക്ക ഐറ്റിയിലേക്ക് പോകുന്ന മെയിൻ റോഡാണ്. അപ്പോൾ അതുവഴി ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടേക്ക് വരാനുള്ള സാധ്യത? അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവിടുത്തെ ലാസ്റ്റ് 24 ഹവേഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സൈബർ ടീം ഇപ്പോൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം നമ്മൾ ഇന്നലെ ഈ ഏരിയയിൽ ഡ്രോൺ വെച്ചിട്ടുള്ളൊരു പരിശോധന നമ്മൾ ഈവനിങ് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഏരിയയിൽ വീണ്ടും ഒരു വട്ടം കൂടി ഈ പരിശോധിച്ച സ്ഥലങ്ങളിലൂടെ വീണ്ടും ഒരു പരിശോധന നടത്തുന്ന സമയത്താണ് കുട്ടിയെ കിട്ടിയിട്ടുള്ളത്. അതൊരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, നമ്മൾ പരിശോധനയുടെ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല, പരിശോധനയിടയിൽ കണ്ടെത്തിയത്.